ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമ്മളൊരു യാത്ര പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുവാണ് കേട്ടോ. ഒത്തിരി ദൂരെയൊന്നുമല്ല, ഇവിടെ അടുത്ത് തന്നെയാണ്. യാത്രകൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതുപോലുള്ള സ്ഥലങ്ങൾ ഇഷ്ടമായിരിക്കും. അതുപോലൊരു സ്ഥലത്തേക്കാണ് ഞങ്ങളീ പോകുന്നത്. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ ഒരു സ്ഥലം. എവിടേക്കാണെന്നല്ലേ, നമ്മുടെ കൊല്ലം ജില്ലയിലെ ആര്യങ്കാവിലേക്കാണ് ഈ പോകുന്നത് കേട്ടോ. ആര്യങ്കാവ്, അച്ചൻകോവിൽ, കുളത്തൂപ്പുഴ, തെന്മല ഇതൊക്കെ കാണേണ്ട സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. നമ്മൾ ആഹാരമൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഉച്ചയ്ക്കൊരു 2-2:30-3 മണിയായപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും ഇനിയിപ്പോൾ എങ്ങാനും ഇരുട്ടിയാലോ എന്ന് ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമൊക്കെ കാറിൻ്റെ ഡിക്കിയിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് പുറത്തുനിന്നൊന്നും ആഹാരം കൊടുക്കില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് കഴിക്കാനുള്ളതും എല്ലാം നമ്മൾ കാറിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എവിടെയെങ്കിലും പോവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദക്ഷയും മോക്ഷയ്ക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ കാറിൽ കയറി ഇരുന്നപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. 2 പേർക്കും ചെരുപ്പില്ല. ദക്ഷയ്ക്കും മോക്ഷയ്ക്കും ചെരുപ്പില്ല. പിന്നെ അമ്മ അകത്ത് കയറിയിട്ട് ചെരുപ്പ് എടുത്തുകൊണ്ട് വന്നു കേട്ടോ അവരുടെ. നമ്മൾ മെയിനായിട്ട് ആര്യങ്കാവിൽ പോകുന്നത് അമ്പലത്തിലേക്കാണ് കേട്ടോ. ആര്യങ്കാവ് അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് പോവുകയാണേ. ഇപ്പോൾ മോക്ഷ ഫോണ് കണ്ടിട്ടാണ് കേട്ടോ അവളിങ്ങനെ നോക്കുന്നത്. അവൾക്ക് ഈ ക്യാമറയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇങ്ങനെ നോട്ടമാണ് കേട്ടോ. ദക്ഷ കണ്ടിട്ടില്ല, ഇപ്പോഴാണ് കാണുന്നത്. നിങ്ങൾക്ക് ഹായ് പറയുവാണേ. ദക്ഷ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പ്ലെയിൻ കിസ് തരുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് അവർ. എവിടെയെങ്കിലും പോകുന്നു അറിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും ചോദിച്ചിരുന്നു കുഞ്ഞിൻ്റെ പനി കുറഞ്ഞോ എന്നൊക്കെ ചോദിച്ചിരുന്നു. പനിയൊക്കെ കുറഞ്ഞു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ പനി, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ദൈവാനുഗ്രഹം കൊണ്ട് പനിയൊക്കെ കുറഞ്ഞു. ആ വീഡിയോ ഇട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഈ യാത്ര പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആര്യങ്കാവിനെ കുറിച്ചാണ്. അപ്പോൾ ഞങ്ങൾ പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു കേട്ടോ ഈ ആര്യങ്കാവിലേക്ക്. ആര്യങ്കാവ് മാത്രമല്ല, പോകുമ്പോൾ അച്ചൻകോവിൽ, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ ഈ 3 ക്ഷേത്രങ്ങളിലും കൂടിയാണ് ഞങ്ങൾ പോവാറ്. ഇവിടെ 3 കൂടെ പോകണമെങ്കിൽ നമ്മൾ രാവിലെ ഇറങ്ങണം. അല്ലാതെ ഈ വൈകുന്നേരം പോകുമ്പോഴത്തേക്കും നമുക്ക് 3 കൂടെ ഇറങ്ങാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ സമയം 3 മണിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുളത്തൂപ്പുഴ എത്തുമ്പോൾ 4 മണിയാവും, അമ്പലം തുറക്കില്ല. പിന്നെ ആര്യങ്കാവ് എത്തുമ്പോൾ കറക്റ്റ് സമയമായിരിക്കും, അമ്പലം തുറന്നു വരുന്ന സമയമായിരിക്കും. അവിടുന്ന് പിന്നെ അച്ചൻകോവിലെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ദൂരമുണ്ട്. നമ്മൾ തമിഴ്നാട് അതിർത്തിയൊക്കെ കഴിഞ്ഞിട്ടാണ് പോവേണ്ടത്. അപ്പോൾ അത് ഒരുപാട് അങ്ങ് ലേറ്റാവും എന്ന് പറയുമ്പോൾ തിരിച്ചു വരാൻ ഒരുപാട് ലേറ്റാവും. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ മാത്രം പോവാം, ബാക്കി ഈ 3 അമ്പലത്തിലും കൂടെ ഒരുമിച്ച് പോകുന്നത് രാവിലെ ഇറങ്ങിയിട്ട് ഒരു ദിവസം പോകാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾ ജനിച്ചതിന് ശേഷം അവരെ കൊണ്ടുപോയി ഒന്ന് തൊഴിയിക്കണം എന്ന് കുറേ നാൾ കൊണ്ട് ആഗ്രഹിക്കുവാണ് കേട്ടോ. അതും കൂടെ കൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഇറങ്ങിയത്. അപ്പം ഇന്നിപ്പോൾ ഏട്ടന് വൈകുന്നേരം മാത്രമേ ലീവ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഏട്ടന് രാവിലെയും വൈകിട്ടും കൂടെ ഒരു ദിവസം ലീവ് ഉള്ളൊരു ദിവസം നമുക്ക് എന്തായാലും 3 കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഈ 3 ക്ഷേത്രങ്ങളും പോയി തൊഴേണ്ടത് തന്നെയാണ് കേട്ടോ. പരശുരാമൻ പ്രതിഷ്ഠ നടത്തി എന്ന് കരുതപ്പെടുന്ന 5 ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് ഈ ആര്യങ്കാവ് ക്ഷേത്രം. അതിന് പിന്നിൽ തന്നെ ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ നെടുമങ്ങാട് നിന്ന് ഏകദേശം 1.5 മണിക്കൂർ യാത്രയുണ്ട് ആര്യങ്കാവിലോട്ട്. 1.5 മണിക്കൂറേ ഉള്ളൂ. പക്ഷേ ഈ 1.5 മണിക്കൂർ യാത്ര പെട്ടെന്ന് അങ്ങ് പോകും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യാത്രക്കിടയിൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനമായിട്ടും തെന്മല ഡാം, അതുപോലെ ആ ഒരു വനമേഖല എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മളിതാ ചുള്ളിമാനൂർ എത്തിയിട്ടുണ്ട്. ചുള്ളിമാനൂരിൽ നിന്ന് പെട്രോളും അടിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങുവാണ് കേട്ടോ. അതുപോലെ ആര്യങ്കാവിൽ നിന്ന് അച്ചൻകോവിലോട്ട് പോകുമ്പോഴാണ് കൂടുതൽ കാഴ്ചകൾ കാണാൻ കഴിയുന്നത്. കാര്യം ഫുള്ള് ഫോറസ്റ്റ് ഏരിയയിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് കാഴ്ചകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. കേരളത്തിൽ നിന്നും തമിഴ്നാട് ബോർഡർ കയറി വീണ്ടും കേരളത്തിലേക്ക് കയറിയാലേ നമുക്ക് അച്ചൻകോവിലേക്ക് പോകാൻ പറ്റൂ. അതുപോലെ അച്ചൻകോവിലിൽ പോകുന്ന വഴിയിലൊക്കെ മൊത്തം ഇങ്ങനെ ഫോറസ്റ്റ് ഏരിയയാണ്. ആ ഒരു കാട്ടിൽ കൂടെ നമുക്ക് വനയാത്ര നടത്തിയിട്ട് വേണം അച്ചൻകോവിലേക്ക് എത്താൻ. അതുപോലെ നമുക്ക് കാട്ടുമൃഗങ്ങളെയും ആ യാത്രയിൽ കാണാൻ സാധിക്കും കേട്ടോ. അതുപോലെ മയിൽ, പിന്നെ കുരങ്ങൻ, അങ്ങനെയുള്ള ജീവികളെയൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഒരു മനോഹരമായിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് കേട്ടോ. സമയം പെട്ടെന്ന് പോകുന്നത് നമ്മൾ അറിയേയില്ല അച്ചൻകോവിൽ യാത്ര. അപ്പോൾ നമ്മൾ തെന്മല എത്താറായിട്ടുണ്ട്. തെന്മല എത്താറായപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരു ചായക്കടയിൽ നിർത്തിയിട്ടേക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 3 പേരും ചായ കുടിക്കുവാണേ. നല്ല ചൂട് ചായയും നല്ല ചൂട് പഴംപൊരിയും വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കുവാണേ.
സമയമൊന്നും ആവാത്തത് കൊണ്ട് തന്നെ നമുക്ക് പതുക്കെ പോയാൽ മതി, ധൃതിയൊന്നുമില്ല, പതുക്കെ പോയാൽ മതി. അങ്ങനെ ഇതാ നമ്മളിവിടെ നിർത്തിയിട്ടിട്ട് ചായയൊക്കെ കുടിക്കുവാണ് കേട്ടോ. ഇനിയിപ്പോൾ വനയാത്രകൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കാടിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ അച്ചൻകോവിൽ യാത്ര എന്ന് പറയുന്നത് മനോഹരം തന്നെയായിരിക്കും കേട്ടോ. ഇപ്പം നമ്മൾ അച്ചൻകോവിൽ പോകുന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ ആര്യങ്കാവിൽ മാത്രമേ പോകുന്നുള്ളൂ. അച്ചൻകോവിൽ പോകണമെങ്കിൽ നമ്മൾ ഈ രാവിലെ പോകണം, അല്ലെങ്കിൽ പറ്റില്ല. ഈ പോകുന്നത് തെന്മല ഡാമിലേക്ക് ഉള്ള വെള്ളമാണെന്ന് തോന്നുന്നു, ആ ഒരു ആറാണെന്ന് തോന്നുന്നു ഈ പോകുന്നത്, എനിക്കറിയില്ല. തെന്മല അടുപ്പിച്ചാവാറായിട്ടുണ്ട്, ഡാം എത്തിയിട്ടില്ല. ഈ ഒരു കടയിൽ നിന്നാണ് നമ്മൾ ചായ കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ലോറിയും ചെറിയ ചെറിയ വാഹനങ്ങളും ഒക്കെ നിർത്തിയിട്ടിട്ട് ഇതുപോലെ ആളുകൾ ചായ കുടിക്കുന്നുണ്ട്. ഈ യാത്ര ചെയ്യുന്നത് തിരുവനന്തപുരം തെങ്കാശി പാതയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ലോറികൾ വരും. അപ്പോൾ നല്ല ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുക. ഒരുപാട് ലോറികളുടെ തിക്കും തിരക്കും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ അധികം ഇല്ല. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരമാണ് ഇവർ കൂടുതലും പോകുന്നത്. ഇങ്ങനെ ലോറികളുടെ യാത്ര കൂടുതലും ഉള്ളത് രാവിലെയും വൈകുന്നേരമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ തെങ്കാശി പാത, തിരുവനന്തപുരം തെങ്കാശി പാത. കണ്ടില്ലേ, ലോറി ഫ്രണ്ടേ പോകുന്ന കണ്ടില്ലേ. ഇതുപോലെ ഒരുപാട് ലോറികളെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. തമിഴ്നാട് ബോർഡർ കയറി വരുന്ന ലോറികളും അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് പോകുന്നതും ഒക്കെയാണ് ഈ പോകുന്നതൊക്കെ. എനിക്ക് എത്ര യാത്ര ചെയ്താലും മടുക്കാത്തൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ അച്ചൻകോവിൽ ആര്യങ്കാവ് കുളത്തൂപ്പുഴ റൂട്ടെന്ന് പറയുന്നത്. എന്തോ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. എത്ര പോയാലും അത് മടുക്കത്തേയില്ല. എന്താണ് കാര്യമെന്ന് വെച്ചാൽ അറിയില്ല. എനിക്ക് തോന്നുന്നു കാടിനോടൊക്കെ അത്ര അധികം ഇഷ്ടമായതുകൊണ്ടായിരിക്കാം അങ്ങനെ മടുക്കാത്തത്. ഇപ്പോൾ നമ്മൾ ഏകദേശം തെന്മല എത്താറായിട്ടുണ്ട്. എങ്ങാനും താമസിക്കുന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരത്തെ ഭക്ഷണം വരെ എടുത്ത് കാറിനകത്ത് വെച്ചിട്ടാണ് കേട്ടോ വന്നത്. എല്ലാം കാറിനകത്ത് റെഡിയാക്കി വെച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത് കേട്ടോ. പുറത്തുനിന്നൊന്നും ആഹാരം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ കൊണ്ടുപോകുന്ന ആഹാരം തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കുട്ടികൾക്കും വിശ്വസിച്ച് കൊടുക്കാം. പക്ഷേ നമ്മളൊരു 8 മണിയായപ്പോൾ തിരിച്ച് വീട്ടിൽ എത്തി കേട്ടോ. അതുകൊണ്ട് കൊണ്ടുപോയ ഭക്ഷണം അതുപോലെ തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷമാണ് കഴിച്ചത്. ഈ കാണുന്നത് തെന്മല എക്കോ ടൂറിസമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ടേക്കുന്നത് വേറൊന്നിനുമല്ല, ഇവിടെ ഇറങ്ങാനോ കാര്യത്തിനോ ഒന്നുമല്ല, ഒരു കോള് ചെയ്യാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. ഏട്ടന് പകരത്തിന് പോകുന്ന ഒരു പയ്യനെ വിളിച്ചിട്ട് 4:30 ആയപ്പോൾ പോവല്ലോ എന്നൊന്നും കൂടെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയതാണേ. അങ്ങനെ നമ്മൾ വീണ്ടും ഇവിടുന്ന് തിരിക്കുകയാണ് കേട്ടോ. ഡാമിൻ്റെ ഒരു വ്യൂ ഉണ്ടായിരുന്നു, അതെടുക്കാൻ വിട്ടുപോയി. പക്ഷെ അത് ഒരു ദൂരെ കാഴ്ച ആയതുകൊണ്ട് തന്നെ എത്രയും ക്ലിയർ ആവുമെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇതിൽ ആഡ് ചെയ്യാത്തത് കേട്ടോ, ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും വനത്തിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വനം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കാട് തന്നെയാണിത്. തെന്മലയുടെ ഭാഗത്ത് വരുന്ന ആ ഒരു പ്രദേശമാണ് ഈ കാണുന്നതൊക്കെ. അങ്ങോട്ടങ്ങോട്ട് ഒരുപാട് ഫോറസ്റ്റ് ഏരിയകളുണ്ട്, അരിപ്പ വന്യജീവി സങ്കേതം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഒരുപാട് ടൂറിസ്റ്റുകളും ഒക്കെ വരുന്നുണ്ട്. തെന്മല എത്തിയപ്പോൾ റേഞ്ചേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഫോണിന്. പിന്നെ അങ്ങോട്ടങ്ങോട്ട് പോകെയാണ് റേഞ്ച് കിട്ടിത്തുടങ്ങിയത്. തെന്മലയ്ക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം കേന്ദ്രമാണ് ഈ തെന്മല എന്ന് പറയുന്നത്. ഈ തെന്മല എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? തേൻകുന്ന് എന്നാണെന്നാണ് പറയുന്നത് കേട്ടോ. കൊല്ലം നഗരത്തിൽ നിന്ന് 66 കിലോമീറ്റർ അകലെയും സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്ന് 69 കിലോമീറ്റർ അകലെയുമാണ് ഈ തെന്മല സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട് സംസ്ഥാന അതിർത്തിയിൽ നിന്നും വെറും 14 കിലോമീറ്റർ അകലെയുമാണ് ഈ പട്ടണം. കൊല്ലത്തെ തമിഴ്നാട്ടിലെ മധുരയുമായി ബന്ധിപ്പിക്കുന്ന അന്തർ സംസ്ഥാന ദേശീയ പാത 744 കേരളത്തിലെ സംസ്ഥാന പാത 2 തെന്മലയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുപോലെ വേറൊരു കാര്യം കൂടെ നിങ്ങളോട് ഞാൻ പറയട്ടെ. തിരുവനന്തപുരത്ത് നിന്നും തെങ്കാശിയിലേക്ക് റെയിൽവേ വഴി, അതായത് ട്രെയിൻ വഴി യാത്ര ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണെന്ന് മിക്ക ആളുകളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതും ഈ പറയുന്ന പാതയുടെ, നമ്മൾ ഈ പോകുന്ന പാതയുടെ മുകളിൽ ആ ഒരു റെയിൽവേ പാളം പോകുന്നത്. അപ്പോൾ ഈ ട്രെയിൻ വഴി പോകുന്നവർക്ക് ചുറ്റിനും നല്ല കാഴ്ചകളൊക്കെ കാണാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ദിവസം പോകണമെന്ന് ആഗ്രഹമുണ്ട്. പോവുകയാണെങ്കിൽ നിങ്ങളെയും കൂടെ ഞാൻ കൂട്ടാം. തിരുവനന്തപുരത്ത് നിന്ന് തെങ്കാശി വരെ എന്തോ ആണ് ആ ഒരു ട്രെയിൻ ഉള്ളത്. അതും എല്ലാ സമയത്തും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അതും എന്തോ 2-3 ട്രെയിൻ എന്തോ ഉള്ളൂ ആ ഒരു ഭാഗത്തേക്ക്. അത് കൊല്ലം ജില്ലക്കാർക്ക് കൃത്യമായിട്ട് അറിയാം. കൊല്ലം ജില്ലക്കാരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിനെക്കുറിച്ച് അറിയാമെന്നുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഈ ഒരു പാലത്തിൻ്റെ മുകളിൽ നമ്മുടെ ട്രെയിൻ പോകുന്ന പാളമാണ് കേട്ടോ ഈ കാണുന്നത്. ഇങ്ങനെ മുകളിൽ ഇപ്പോൾ മനസ്സിലായില്ലേ, താഴെ ദേശീയപാതയും മുകളിൽ റെയിൽവേ പാളവുമാണ്.
അങ്ങോട്ടേക്ക് പോകുന്തോറും മലകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ചുറ്റിനും മൊത്തം വൃക്ഷങ്ങളാണ്, മരങ്ങളൊക്കെ നമുക്ക് കാണാം. ചുറ്റിനും ഇങ്ങനെ റോഡിലോട്ട് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്ന മരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ റോഡിൽ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. രാവിലെയും വൈകുന്നേരമാണ് ഈ ലോറികളുടെ ശല്യം ഉള്ളത്. പക്ഷേ ഇപ്പം അധികം ലോറികളൊന്നും ഇല്ല. അപ്പം നമ്മളിതാ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു ബ്രിഡ്ജാണ് കേട്ടോ. അതായത് 13 കണ്ണറ പാലം എന്നറിയപ്പെടുന്ന 13 ആർച്ച് ബ്രിഡ്ജാണ് കേട്ടോ. ഈ ഒരു ബ്രിഡ്ജിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് 13 കണ്ണറ പാലം എന്നറിയപ്പെടുന്ന 13 ആർച്ച് ബ്രിഡ്ജാണ്. ഇത് ബ്രിട്ടീഷുകാരാൽ നിർമ്മിക്കപ്പെട്ട ഒരു പാലമാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത റെയിൽവേ പാതകളിൽ ഒന്നാണ് ഈ 13 ആർച്ച് ബ്രിഡ്ജ് എന്ന് പറയുന്നത് കേട്ടോ. കൊല്ലം ജില്ലയിൽ നിന്ന് ചെങ്കോട്ട, അതായത് കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈനിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഈ പാലം കാണുന്നത്. 1904 കൊല്ലത്ത് നിന്നും മദ്രാസിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനാണ് ബ്രിട്ടീഷുകാർ ഈ ഒരു പാലം കെട്ടിയത് കേട്ടോ. പാറകളും ചുണ്ണാമ്പ് കല്ലും ശർക്കരയും ഇവയൊക്കെ കൂടി ചേർത്താണ് ഈ ഒരു പാലം നിർമ്മിക്കപ്പെട്ടത്. ഒരു പാലത്തിന് 13 കമാനങ്ങളുണ്ട് കേട്ടോ. കുന്നുകളെ ബന്ധിപ്പിച്ചാണ് ഈ ഒരു പാലം കെട്ടിയിരിക്കുന്നത്. അതുപോലെ പാലത്തിന് ഏകദേശം 100 അടി ഉയരത്തിലുള്ള 13 ഗ്രാനൈറ്റ് തൂണുകൾ താങ്ങി നിർത്തിയിട്ടുമുണ്ട്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് പാറക്കെട്ടുകളെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പാറക്കെട്ടുകൾ മാത്രമല്ല, പാറയിലൂടെ ഒഴുകി വരുന്ന വെള്ളവും നമുക്ക് കാണാം. അതായത് നമ്മുടെ ഉറവ എന്നൊക്കെ പറയില്ലേ, ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഊറ്റെന്നാണ് അതിനെ പറയുന്നത്. നിങ്ങളുടെ അവിടെയൊക്കെ ഉറവ എന്ന് ഞാനിങ്ങനെ ചോദിച്ചിരുന്നു, നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുന്നത് അതിനെ. അപ്പോൾ നിങ്ങൾ എനിക്ക് കമൻറ്റും തന്നായിരുന്നു. ഓർമ്മയുണ്ടോ അത്? ഉറവ എന്ന് പറഞ്ഞിട്ട് ഇതാ ഈ കാണുന്നതാണ്. അപ്പോൾ അതുപോലെ റോഡിലൂടെ ഇങ്ങനെ ഉറവകൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് കേട്ടോ. ദൂരെ കാണുന്നില്ലേ, അതാണ് നമ്മുടെ 13 കണ്ണറ പാലം. ഈ കാണുന്നതാണ് കേട്ടോ, ദൂരെ കാഴ്ചയായിട്ട് കാണാൻ പറ്റും. ഈ കാണുന്നത് തന്നെയാണ് 13 കണ്ണറ പാലം. ഇവിടെ ഒരുപാട് സഞ്ചാരികൾ നിർത്തിയിട്ടിട്ട്, വണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേരിങ്ങനെ ഫോട്ടോ എടുക്കാനും കാര്യത്തിനും ഒക്കെ നിർത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളും ഇവിടെ നിർത്തി ഫോട്ടോയും വീഡിയോയും ഒക്കെ നിങ്ങളെയും കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാ നിർത്തിയിട്ടേക്കുവാണ് കേട്ടോ. ഈ പാലത്തിൻ്റെ സൈഡിൽ കൂടെ കുറേ സ്റ്റെപ്പുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു മുകളിലോട്ട് കയറി പോകാനുള്ള സ്റ്റെപ്പുകളായിരിക്കാം. അങ്ങനെ കുറേ പേര് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. നമ്മളിങ്ങനെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയതാണ് കേട്ടോ. അപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. ഇതാ കുറേ കുരങ്ങന്മാർ ഇതാ ഒരു കമ്പിയിൽ കയറി ഇരിക്കുന്ന കണ്ടു. അപ്പോൾ പിന്നെ കുഞ്ഞുങ്ങൾ അവരെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ കുരങ്ങനെ കാണുന്നത്. അതിൻ്റെ സന്തോഷമാണ് ഈ മുഖത്ത് കാണുന്നത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മോക്ഷമൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ അവളിങ്ങനെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ നോക്കി നിൽക്കുവാണ് ഈ കുരങ്ങനെ. എന്തോ ഒരു അപൂർവ ജീവിയെ കണ്ടതുപോലെയാണ് ദക്ഷ നോക്കുന്നത്. പക്ഷെ മോക്ഷയ്ക്ക് അങ്ങനെയൊന്നുമല്ല. മോക്ഷയ്ക്ക് വലിയ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ആ ഒരു കുട്ടിക്കുരങ്ങനും അമ്മക്കുരങ്ങനും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെ നോക്കി ആസ്വദിച്ച് നിൽക്കുവാണ് കേട്ടോ കുട്ടി. അപ്പോൾ ആ കുരങ്ങൻ എന്തിലേക്ക് മുകളിലൊക്കെ കയറുന്നുണ്ട്. സഞ്ചാരികൾ വരുന്നത് കൊണ്ടായിരിക്കാം ഇവരിങ്ങനെ അധികം ഇവിടെയൊക്കെ കാണുന്നത്. അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ കഴിക്കാനും ഒക്കെ കൊടുക്കുമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇതാ വീണ്ടും നമ്മൾ അവിടുത്തെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് വീണ്ടും യാത്ര പോവുകയാണ് കേട്ടോ. അതാ കണ്ടില്ലേ, വലതുവശത്തായിട്ട് ഒരുപാട് മലനിരകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പാറയും മലനിരകളും ഒരു വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ ഇതുവഴി പോകുമ്പോൾ. എത്ര പോയാലും ഇവിടേക്ക് പോകുമ്പോൾ നമുക്ക് മടുക്കില്ല. അതാണ് വേറൊരു പ്രത്യേകത. ഈ എന്താ പറയുക, ഒരുപാട് തവണ നമ്മൾ പോയാലും ചില സ്ഥലങ്ങൾ നമുക്ക് മടുപ്പ് തോന്നില്ലേ. പക്ഷേ ആ ഒരു കാര്യം ഇവിടേക്ക് പോകുമ്പോൾ നമുക്ക് തോന്നില്ല. എത്ര കണ്ടാലും മടുക്കില്ല എന്ന് പറയുന്നതാണ് ഒരു പ്രത്യേകത. അത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും പോയാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതാ ആര്യങ്കാവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ ആര്യങ്കാവ് ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡ് കുറേ പോലീസുകാർ നിന്ന് വണ്ടിയൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. വരുന്ന വണ്ടികളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു തമിഴ്നാട് ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളൊക്കെ ചെക്ക് ചെയ്യുന്നതായിരിക്കാം. എപ്പോഴും നമ്മളിങ്ങനെ കാണാറുണ്ട് അവിടെ പോലീസ് ഇങ്ങനെ ചെക്കിങ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആര്യങ്കാവ് ക്ഷേത്രത്തിലെ പാർക്കിംഗ് ഏരിയ. ഇവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് വേണം താഴേക്ക് നമ്മൾ ക്ഷേത്രത്തിൽ പോകാൻ. ഈ ക്ഷേത്രത്തിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ. 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ
മാത്രമേ അതിനകത്ത് കയറ്റുള്ളൂ, അതായത് അമ്പലത്തിനകത്തേക്ക് കയറ്റുള്ളൂ. അപ്പോൾ എനിക്ക് എന്തായാലും കയറാൻ പറ്റില്ല. അമ്മയ്ക്കും കുട്ടികൾക്കും ഒക്കെ കയറാം. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കും കയറാം. പുരുഷന്മാർക്ക് കയറാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്ക് കയറാൻ പറ്റില്ല, എനിക്ക് വെളിയിൽ നിന്ന് തൊഴാനേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിതാ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട് ഇതാണ് അമ്പലം. പിന്നെ ഇവിടെ കൂടുതലും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണ് കേട്ടോ. കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരുപാട് പേരെ ഇവിടെ ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുവാണേ. നമ്മുടെ ഇരട്ട കുട്ടികളെ കണ്ടിട്ട് ആണ് ചിരിക്കുന്നത് കേട്ടോ. അവർ കുഞ്ഞുങ്ങളെ കണ്ടിട്ടാണ് ഈ ചിരിക്കുന്നത്. ഇതൊക്കെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് കടകളായിരുന്നു. അതൊരു ഉത്സവ സമയത്തായിരുന്നു കേട്ടോ ഞങ്ങൾ വന്നത്, രക്ഷയും മോക്ഷയും ജനിക്കുന്നതിന് മുന്നേ. കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷമാണോ അതിൻ്റെ അങ്ങേ വർഷമാണോ എന്തോ, കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷമാണ് ഞങ്ങൾ വന്നത്, അതായത് രക്ഷയും മോക്ഷയും ജനിക്കുന്നതിന് മുന്നേ. അപ്പോൾ വന്നപ്പോൾ ഇവിടെയൊക്കെ നിറച്ച് കടകളായിരുന്നു. ഇപ്പോൾ ഒരു കടയും കാണാറില്ല. എനിക്ക് തോന്നുന്നു അതൊരു ഉത്സവ സമയം എന്തോ ആയിരുന്നു, അതുകൊണ്ടാണ് കടകളൊക്കെ ഒരുപാട് കണ്ടത്. അപ്പോൾ ഇവിടെ കടയിലുള്ള ആൾക്കാരും തമിഴരാണ് കൂടുതലും. തമിഴ്നാട്ടിലുള്ള ആൾക്കാരാണ് കൂടുതലും കടകളൊക്കെ നടത്തുന്നതും ഒക്കെ. അതായത് കേരള തമിഴ്നാട് ബോർഡർ പോലെയാണല്ലോ ഈ ഒരു സ്ഥലമെന്ന് പറയുന്നത്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ദാ ഈ കാണുന്നതാണ് ക്ഷേത്രം കേട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് വേണം അങ്ങ് ക്ഷേത്രത്തിലേക്ക് പോകാൻ. അങ്ങനെ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുവാണേ. ഏട്ടനാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പുറത്ത് നിൽക്കും. ഏട്ടനും അമ്മയും കൂടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അകത്ത് കയറി തൊഴുതിട്ട് വരും. നമുക്ക് പുറത്ത് നിന്നൊരു മണ്ഡപം പോലെ ഒരു സ്ഥലമുണ്ട്, അവിടെ കയറി നിന്ന് തൊഴാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ചെരുപ്പ് ഇവിടെ ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. പരശുരാമൻ പ്രതിഷ്ഠ നടത്തി എന്ന് കരുതപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ഒരു ക്ഷേത്രം. അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ പുനലൂർ ഗ്രൂപ്പിലാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത്. ഞങ്ങളുടെ ഒരു ചേട്ടൻ ഇവിടെ പുനലൂർ ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ചേട്ടനെയൊക്കെ ഇവിടുത്തെ സ്റ്റാഫുകൾക്കൊക്കെ അറിയാം, അവരിങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ. ഫ്രണ്ടിൽ കൂടെയാണ് കയറുന്നത്, അതുവഴി ഒരു വഴിയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം ഫ്രണ്ടിൽ കൂടെ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നോക്കിയപ്പോൾ ഇതാ 2 മയിലുകൾ നിൽക്കുന്നു. ഒരു മയിലിന് വയ്യ കേട്ടോ, പാവം. അതിൻ്റെ കാലിങ്ങനെ മുടന്തിയാണ് നടക്കുന്നത്. എന്ത് പറ്റിയെന്നറിയില്ല. അതിൻ്റെ കാലിനി വല്ല മുള്ളോ വല്ലതോ കൊണ്ടതാണോ അതോ ഇനി ആരെങ്കിലും ഉപദ്രവിച്ചതാണോ ഒന്നും അറിയില്ല കേട്ടോ. പാവം അത് നടക്കുന്നത് കണ്ടപ്പോൾ സങ്കടം തോന്നി. മുടന്തിയാണ് നടക്കുന്നത് കേട്ടോ. അതേ കണ്ടില്ലേ, കുറേ കല്ലുകൾ എടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടോ. എന്തിനായിരിക്കും ഇങ്ങനെ ഈ കല്ലുകൾ എടുത്ത് വെച്ചിരിക്കുന്നത്? ഞാൻ കേട്ടിട്ടുള്ളത് ഇങ്ങനെ കല്ലുകൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹം നടക്കും എന്നാണ്. നിങ്ങൾ ഇതിനെപ്പറ്റി വല്ലതും കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്, ഇങ്ങനെ കല്ലുകൾ ഇങ്ങനെ പെറുക്കി വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹം നടക്കും, നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കും, ആഗ്രഹസാധ്യത്തിനാണ് ഇങ്ങനെ വെക്കുന്നതൊക്കെ എന്നാണ് കേട്ടോ. ഈ മയിലുകളെ കണ്ടപ്പോൾ ദക്ഷയും മോക്ഷയും ഇങ്ങനെ അമ്പരന്ന് നോക്കുവാണേ. ഞാൻ മുന്നേ വന്നപ്പോൾ നിൽക്കുന്നില്ലേ ഒരു മരം, ആ ഒരു കൂവളം, മരമല്ല കൂവളത്തിൻ്റെ സൈഡിലാണ് ഈ കല്ലുകൾ ഇങ്ങനെ പെറുക്കി ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നത്. ഇതാണ് മെയിനായിട്ടുള്ള ആ ഒരു മുൻവശത്തെ വാതിലെന്ന് പറയുന്നത്. അകത്തെ വീഡിയോ ഒന്നും നമ്മൾ എടുക്കുന്നില്ല. സ്ത്രീകൾക്ക് ആ ഒരു മുൻവശത്തെ വാതിലിൻ്റെ അവിടെ നിന്ന് തൊഴാൻ കേട്ടോ. അവിടെ നിന്നും ഒരുപാട് അകത്തേക്ക് പോകണം ശ്രീകോവിലിലേക്ക് കയറാൻ. ശ്രീകോവിലിൻ്റെ ആ ഒരു സൈഡിലേക്ക് നമുക്ക് 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കും 10 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്കും മാത്രമേ കയറാവൂ. അപ്പോൾ അമ്മയും ഏട്ടനും കുഞ്ഞുങ്ങളെയും കൊണ്ട് കയറിയിട്ട് നമ്മൾ പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പുറത്ത് നിൽക്കുന്ന സ്ത്രീകൾക്ക് മേൽശാന്തി പ്രസാദം തരും. അപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു കൂവളത്തിൻ്റെ ആ ഒരു സൈഡിലേക്ക് പോവുകയാണേ. ഈ ഒരു കൂവളത്തിൻ്റെ ചുവട്ടിൽ ഗണപതി ഭഗവാന്റെ ഒരു പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ പൈസയൊക്കെ ഇട്ടിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഒരു മയിലിനെ കണ്ടു, അപ്പുറത്തോട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ മയിലുകളുണ്ട് കേട്ടോ. അതിനിങ്ങനെ ആളുകളെ ഒന്നും പേടിയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ആളുകളെ എപ്പോഴും കാണുന്നതല്ലേ. ഈ പോകുന്നത് കല്ലടയാറാണ് കേട്ടോ. കല്ലടയാറിൻ്റെ തീരത്താണ് ആര്യങ്കാവ് അമ്പലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഇറങ്ങാം, ഒഴുക്കൊന്നും ഇല്ലെങ്കിൽ ഇറങ്ങാം. ഇപ്പോൾ ശാന്തമായിട്ട് തന്നെ കിടക്കുവാണ്, അധികം വെള്ളമൊന്നുമില്ല. കുറേ സ്ഥലത്ത് ഇങ്ങനെ എന്താ പറയുക, വെള്ളമൊന്നും ഇല്ലാതെ കിടക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ ആ ഒരു പടിയിൽ നിന്നതേ ഉള്ളൂ, ഒത്തിരി അങ്ങോട്ടേക്കൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ആളുകളൊക്കെ വന്നിട്ട് പുഴയിലൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ.
ഞങ്ങളങ്ങ് അധികം അങ്ങോട്ട് ഇറങ്ങാൻ നിന്നില്ല, ഒരു പടിയുടെ ആ ഒരു സൈഡിലൊക്കെ നിന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ നിന്നാലും കാണാം, ആറിനെ ഇങ്ങനെ കാണാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളമില്ല, ഇടയ്ക്കിടയ്ക്ക് വെള്ളമുണ്ട്. അതുപോലെയാണ്, ഇത്രയും മഴ പെയ്തിട്ടും എന്താണെന്നറിയില്ല, വെള്ളം അധികം ഉണ്ടായിരുന്നില്ല. മുന്നേ ഞങ്ങൾ വന്നപ്പോൾ കുറച്ചുകൂടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ശബരിമല സീസണൊക്കെ ആകുമ്പോൾ ഇവിടെ വന്ന് ഒരുപാട് ഭക്തർ ഇങ്ങനെ വന്ന് കുളിക്കുന്നതൊക്കെ കാണാം. ശബരിമലയിലേക്ക് പോകുന്ന ആൾക്കാർ, സ്വാമിമാർ ഇവിടേക്ക് വരാറുണ്ട്. ഇവിടെ ഈ അച്ചൻകോവിൽ, ആര്യങ്കാവ്, നമ്മുടെ കുളത്തൂപ്പുഴ ഇവിടെയൊക്കെ ദർശനം കഴിഞ്ഞിട്ടാണ് അവർ ശബരിമലയിലേക്ക് പോകുന്നത്. അപ്പോൾ അത് ആര്യങ്കാവിൽ ഇറങ്ങിയിട്ട് ഇവിടെ കുളിച്ചിട്ടൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് വരുമ്പോൾ ഭക്തരിങ്ങനെ, അതായത് അയ്യപ്പന്മാരിങ്ങനെ വന്നിട്ട് ഇവിടെ കുളിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ദാ ആ പുഴയിലോട്ടൊന്ന് ഇറങ്ങി കാലൊക്കെ കഴുകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് കേട്ടോ. ഒരുപാടങ്ങ് ഇറങ്ങുന്നില്ല, ഒരു സ്റ്റെപ്പിൽ നിൽക്കുന്നതേ ഉള്ളൂ. എങ്ങാനും മലവെള്ളം വല്ലതും വന്നാലോ എന്ന് വിചാരിച്ച് പേടിച്ചിട്ട് സ്റ്റെപ്പിലിങ്ങനെ ഇറങ്ങിയിട്ട് കാലിങ്ങനെ കഴുകുകയാണ് കേട്ടോ. ചിലരൊക്കെ അങ്ങ് ആ ഒരു മണലൊക്കെ കിടക്കുന്നില്ലേ, കണ്ടില്ലേ നിങ്ങൾ, അവിടെയൊക്കെ ഇറങ്ങി നിൽക്കുന്നത് കണ്ടു കേട്ടോ. പക്ഷേ എനിക്ക് ധൈര്യം പോരാ, അതുകൊണ്ട് ഞാൻ ദാ ഇവിടെ ഇറങ്ങി കാലൊക്കെ കഴുകി. ഏട്ടനും ഇറങ്ങി കേട്ടോ, കുഞ്ഞുങ്ങളെയൊന്നും ഇറക്കിയില്ല ഞങ്ങൾ. ഏട്ടനും ഇറങ്ങി, ഞാനും ഇറങ്ങി. അപ്പം ഞാൻ ഇറങ്ങിയതിന് ശേഷമാണ് ഏട്ടൻ ഇറങ്ങിയത്. ഏട്ടനും ഇതുപോലെ കാലൊക്കെ ഒന്ന് കഴുകിയതേ ഉള്ളൂ. ഞങ്ങളാരും അങ്ങോട്ട് അങ്ങ് അകത്തേക്ക് പോയില്ല, പുഴയുടെ ഉള്ളിലേക്ക് അങ്ങ് പോയില്ല. ഇങ്ങനെ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കാല് ജസ്റ്റ് ഒന്ന് കഴുകിയതേ ഉള്ളൂ. അങ്ങനെ കാലൊക്കെ കഴുകിയിട്ട് ഞങ്ങളിങ്ങനെ ഒന്നുകൂടെ അമ്പലത്തിൻ്റെ ചുറ്റും പ്രദക്ഷിണമൊക്കെ വെച്ച് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുവാണേ. അപ്പോഴാണ് അമ്മ പറഞ്ഞത്, ഈ ഒരു കൂവളത്തിന് എത്ര വർഷത്തെ പഴക്കം കാണും. കൂവളത്തിൽ നിറച്ചിങ്ങനെ കാകളൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. കൂവളത്തിൻ്റെ കായില്ലേ, അതൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ട്. അതിൽ മൊത്തം ഇങ്ങനെ വള്ളികൾ പോലെയൊക്കെ ചുറ്റിപ്പണഞ്ഞ് നിൽപ്പുണ്ട്. എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. പക്ഷേ ഒത്തിരി വർഷത്തെ കാലപ്പഴക്കം ഉണ്ടാവും ഈ ഒരു കൂവളത്തിന്. ഒരുപാട് കഥകളും പറയാനുണ്ടാവും ഈ ഒരു കൂവളത്തിന്. എത്ര മനുഷ്യരെ ഇത് കണ്ടിട്ടുണ്ടാവും അല്ലേ. ഒത്തിരി മനുഷ്യരെ ഇത് പല രീതിയിൽ പല സ്വഭാവമുള്ള മനുഷ്യരെ ഇത് കണ്ടിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ കാണിച്ചു. അപ്പോൾ ഒരു വലത് വെച്ചിട്ട് അമ്മ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളും ഇങ്ങനെ ഇവിടെ ഫ്രണ്ടിൽ നിന്നൊന്നും കൂടെ തൊഴുതിട്ട് ഒരു വലതും കൂടെ വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നേക്കുവാണേ. ഈ കാണുന്നില്ലേ, ഇതൊക്കെ ഊട്ടുപുരയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതിൻ്റെ സൈഡിൽ തന്നെ ബാത്റൂമിലേക്ക് പോകാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ശബരിമല സീസൺ ആകുമ്പോൾ ഈ പറഞ്ഞതുപോലെ അയ്യപ്പ ഭക്തന്മാരൊക്കെ ഒരുപാട് പേര് വരുന്നതുകൊണ്ട് അവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഈ കാണുന്നത് ഒരു കൽമണ്ഡപമാണ്. ഉത്സവ സമയത്ത് എന്തൊക്കെയോ ആചാരങ്ങൾ ഇവിടെ നടന്നു വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. ഒരുപാട് വർഷത്തെ പഴക്കമുള്ളൊരു കൽമണ്ഡപമാണ്. തമിഴ്നാട് രീതിയിൽ അല്ലെങ്കിൽ സ്റ്റൈലിലൊക്കെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. എന്തോ കല്യാണത്തിൻ്റെ എന്തോ ഒരു ആചാരമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അത് എത്രത്തോളം കറക്റ്റാണെന്ന് അറിയില്ല. അറിയാമെന്നുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കൽമണ്ഡപമൊക്കെ കണ്ടിട്ട് ഫ്രണ്ടിലോട്ട് പോയിട്ട് ഒരു പന്തൽ പോലെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് കേട്ടോ, കുട്ടികളെയും കൊണ്ട്. ഈ കാണുന്ന സൈഡിൽ കൂടെ നമുക്ക് അമ്പലത്തിലോട്ട് കയറാം. നേരെ കാണുന്നതാണ് ഇവിടുത്തെ സ്റ്റേജ്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റേജ് പരിപാടികളൊക്കെ നടത്താറുണ്ട്, അരങ്ങേറ്റവും കാര്യങ്ങളും ഒക്കെ നടത്താറുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു പന്തലിൽ കുഞ്ഞുങ്ങളെ നിർത്തിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പന്തലിൽ നിർത്തിയത് എങ്ങോട്ട് ഓടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. അപ്പം ഞാൻ പറയുവാണ്, എങ്ങോട്ട് ഓടല്ലേ, അവിടെ തന്നെ നിൽക്കണേ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങോട്ട് വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ നോക്കുന്നത് കേട്ടോ. മോക്ഷ മടിച്ചിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് കേട്ടോ അവൾ. അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പോവാമെന്നൊക്കെ വിചാരിച്ച് ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ പക്ഷേ നമ്മൾ അധികം നേരമൊന്നും ആയില്ല. പിന്നെ അച്ചൻകോവിലിൽ കൂടെ പോവുകയാണെങ്കിൽ ഒരുപാട് നേരം പിടിക്കുമായിരുന്നു. 4:30 മണിക്ക് ഇറങ്ങിയാലും അച്ചൻകോവിലെത്തുമ്പോൾ 6 മണിയെങ്കിലും ആവും. 6 മണിയല്ല, 5:30 6 മണിയെങ്കിലും ആവും. അവിടെ നിന്ന് പിന്നെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു രാത്രിയാവും. പിന്നെ ഉള്ള പ്രശ്നമെന്ന് വെച്ചാൽ 9 മണിയാകുമ്പോൾ കുട്ടികൾക്ക് ഉറക്കം വരും. അവർ കിടന്ന് പിന്നെ കരയാൻ തുടങ്ങും. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് രാവിലെ ഒരു ദിവസം അച്ചൻകോവിലിൽ വരാം. അച്ചൻകോവിലിൽ ഈ 3 സ്ഥലത്തും, അച്ചൻകോവിൽ, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ, ഈ 3 കൂടെ വരാമെന്നൊക്കെ വിചാരിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് നമുക്ക് കുട്ടികളൊക്കെ ഇല്ലാതെ യാത്ര ചെയ്യും, കുട്ടികളെ കൂട്ടാതെ യാത്ര ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പോയിട്ട് വരാം.
പക്ഷേ എന്നാലും രാത്രിയുള്ള യാത്ര ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം എന്ന് വെച്ചാൽ അടുത്തൊക്കെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പോയിട്ട് വരാം. ഈ പറയുന്നത് പോലെ 1-2 മണിക്കൂർ യാത്ര ചെയ്യേണ്ടവർക്ക് അച്ചൻകോവിലേക്ക് പോകുമ്പോൾ നമ്മൾ ഫോറസ്റ്റ് ഏരിയയിൽ കൂടിയാണ് പോകുന്നത്. അപ്പം വന്യമൃഗങ്ങളെ നമുക്ക് പേടിച്ചേ പറ്റുള്ളൂ, വേറെ ഒന്നിനെയും പേടിക്കേണ്ട, വന്യമൃഗങ്ങളെ പേടിക്കണം. അപ്പം ചിലപ്പോൾ ആനയൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാക്സിമം രാവിലെ പോകുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് മുകളിലേക്ക് വന്നപ്പോൾ ആ ഒരു ആൺമയിലിനെ കണ്ടു കേട്ടോ. പീലി വിടർത്തി ആടുന്ന ആൺമയിലില്ലേ, അതിനെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുവാണേ. അപ്പോൾ പെൺമയിലിനെയാണ് നമ്മൾ നേരത്തെയൊക്കെ കണ്ടത്. ഇപ്പോഴാണ് ഒരു പീലിയുള്ള ആണിനെ കാണുന്നത്, ആൺമയിലിനെ കാണുന്നത്. അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, ദക്ഷയും മോക്ഷയും മയിലിനോടൊക്കെ. അപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ അടുത്തോട്ട് പോയില്ല. ഇനി അത് എങ്ങാനും കൊത്തിയാലോ എന്ന് വിചാരിച്ച് അടുത്തോട്ടൊന്നും പോയില്ല, ദൂരെ നിന്നിങ്ങനെ കാണുവാണ് കേട്ടോ. ഒത്തിരി ഇതിനെ കണ്ടിട്ട് ഒത്തിരി പേരിങ്ങനെ വന്നിട്ട് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ടുള്ള ഇങ്ങനെ തൊഴാൻ വന്നിട്ടുള്ള ആളുകളില്ലേ, അവരൊക്കെ ഇങ്ങനെ വന്നിട്ട് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മയിലിനെ ഇന്ന് കാണാൻ സാധിച്ചു. ഇവയൊക്കെ വരുന്നത് എനിക്ക് തോന്നുന്നു അച്ചൻകോവിൽ വനത്തിനകത്തു നിന്നൊക്കെ വരുന്നതായിരിക്കാം. ഇത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കൊല്ലം ജില്ല ഒരു സുന്ദരി തന്നെയാണല്ലേ. ഈ കൊല്ലം ജില്ലയുടെ അകത്താണ് ഈ സ്ഥലങ്ങളൊക്കെ ഉള്ളത്. ഇതുപോലെ എത്ര സ്ഥലങ്ങളുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ കൊല്ലം ജില്ലയിൽ മനോഹരമായിട്ടുള്ള. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇനി വേറെ ഒരിടത്തും ഇറങ്ങുന്നൊന്നുമില്ല. കുളത്തൂപ്പുഴ ഇറങ്ങാമെന്ന് വിചാരിക്കുമ്പോൾ നട ഏകദേശം അടയ്ക്കും, 7:30 ആവാറാവും നമ്മളവിടെ എത്തുമ്പോൾ, കുളത്തൂപ്പുഴ എത്തുമ്പോൾ. അപ്പോൾ പിന്നെ നട അടയ്ക്കാവുന്ന ആ ഒരു സമയമായതുകൊണ്ട് എന്തായാലും ഇറങ്ങാൻ പറ്റില്ല. മറ്റൊരു ദിവസം നമുക്ക് കുളത്തൂപ്പുഴയും അച്ചൻകോവിലും ഒക്കെ വരാം, ഈ പറഞ്ഞതുപോലെ രാവിലെ ഇറങ്ങുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ വീണ്ടും കാറിൽ കയറിയിട്ടുണ്ട്. കാറിൽ കയറിയിട്ട് അവിടുത്തെ പ്രസാദമൊക്കെ എടുത്തത് ആ ഗണപതിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് വീണ്ടും നമ്മൾ യാത്ര തിരിക്കുവാണ്, വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കുറച്ച് ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലുള്ള യാത്രകൾ പോകുമ്പോൾ ഞാൻ നിങ്ങളെയും കൂട്ടാം, പക്ഷേ അത് എപ്പോഴും പോകാൻ പറ്റില്ല. വല്ലപ്പോഴും എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള യാത്രകൾ പോകുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളെയും കൂട്ടാം. അപ്പോൾ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്ത് എനിക്കൊരു പിൻബലമായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവണം. അപ്പോൾ ഇതാ നേരെ ഇരുട്ടി തുടങ്ങി. നമ്മളൊരു 8 മണിയായപ്പോൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും ബൈ.